നമസ്കാരം. ഛത്തീസ്ഗഡിലെ ബീജാപൂരിൽ സുരക്ഷാ സേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ. 7 മാവോയിസ്റ്റുകളെ വധിച്ച സുരക്ഷാ സേന. ഏറ്റുമുട്ടലിൽ 2 സുരക്ഷാ സേന അംഗങ്ങൾക്ക് വീരമൃത്യു വരിച്ചു. ഡിസ്ട്രിക്ട് ഗാർഡ് റിസർവ് അംഗങ്ങളാണ് വീരമൃത്യു വരിച്ചത്. ഒരു ജവാന് ഗുരുതരമായി പരിക്കേറ്റു. മാവോവാദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നുള്ള തിരച്ചിലാണ് ഏറ്റുമുട്ടൽ. ബീജാപൂർ, ദന്തേവാഡ ജില്ലകളുടെ അതിർത്തി പ്രദേശത്തായിരുന്നു ഏറ്റുമുട്ടൽ. ഛത്തീസ്ഗഡ് പോലീസ് സേനയുടെ ഭാഗമായ ഡിസ്ട്രിക്ട് റിസർവ് ഗാർഡ്, മാവോയിസ്റ്റ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ്, CRPFന്റെ കോബ്ര കമാൻഡോകൾ എന്നിവരുടെ സംയുക്ത സേനയാണ് മാവോയിസ്റ്റുകളെ നേരിട്ടത്. മാവോയിസ്റ്റുകളുടെ ശക്തി കേന്ദ്രമായ ബസ്തർ ഡിവിഷന്റെ ഭാഗമാണ് ഈ പ്രദേശം. കൂടുതൽ മാവോയിസ്റ്റുകൾ ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കാമെന്ന സംശയത്തിൽ കൂടുതൽ തിരച്ചിലുകൾ വ്യാപിപ്പിച്ചിട്ടുണ്ട്. അതിനിടെ കൊല്ലപ്പെട്ട മാവോവാദികളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. ഹെഡ് കോൺസ്റ്റബിൾ മോനു വദാദി, കോൺസ്റ്റബിൾ ദുഖാരോ ഗൊണ്ടെ എന്നിവരാണ് വീരമൃത്യു വരിച്ച സേനാംഗങ്ങൾ. 2026 മാർച്ച് 31 മാവോയിസ്റ്റുകളെ അവസാനിപ്പിക്കും എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിരുന്നു. കീഴടങ്ങാൻ തയ്യാറാവാത്ത മാവോയിസ്റ്റുകളുമായി ഒരു അനുനയത്തിനും തയ്യാറല്ല എന്ന് സർക്കാർ വ്യക്തമാക്കി. ഇതിനിടെ 2 മാവോയിസ്റ്റ് വനിതാ നേതാക്കൾ കീഴടങ്ങിയിരുന്നു. വളരെ ക്രൂരമായ ശിക്ഷാ നടപടികളാണ് മാവോയിസ്റ്റ് ക്യാമ്പിൽ ഇവർക്ക് അനുഭവപ്പെടേണ്ടി വന്നത് എന്ന് അവർ തുറന്നു പറഞ്ഞു. വളരെ ക്രൂരമായിട്ടാണ് മാവോയിസ്റ്റ് വനിതകളെ മാവോയിസ്റ്റ് നേതാക്കന്മാർ അവിടെ ഉപയോഗിക്കുന്നത് എന്ന് ഇവർ പറഞ്ഞു. ലൈംഗിക ഉപകരണമായിട്ടോ വേലക്കാരായിട്ടോ മാത്രമേ മാവോയിസ്റ്റ് വനിതാ നേതാക്കളെ പുരുഷ നേതാക്കന്മാർ കണ്ടിരുന്നുള്ളൂ എന്ന് ഇവർ വ്യക്തമാക്കി. യാതൊരു തരത്തിലുള്ള ജനാധിപത്യവും മാവോയിസ്റ്റുകൾക്കിടയിൽ ഇല്ല. അതിനു പുറമെ ആദിവാസികളോടും മറ്റ് ആൾക്കാരോടും ഇവർ കാണിക്കുന്ന സമീപനവും അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്നും തങ്ങളുടെ മാത്രം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് ഇവർ നിലകൊള്ളുന്നതെന്നും വനിതാ നേതാക്കൾ വ്യക്തമാക്കി. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവാണ് സുനിത. രാംദർ എന്ന മാവോയിസ്റ്റ് നേതാവിൻ്റെ കീഴിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. വളരെ ക്രൂരമായിട്ടാണ് രാംദർ ഇവരോട് പെരുമാറിയിരുന്നതെന്ന് ഇവർ വ്യക്തമാക്കി. 2022 അച്ഛൻ, മാവോയിസ്റ്റ് കേഡറായ അച്ഛൻ പറഞ്ഞതനുസരിച്ചാണ് മാവോയിസത്തിൽ സുനിത ചേർന്നത്. അതുമുതൽ വലിയ ക്രൂരതകളാണ് താൻ നേരിട്ടത്. ഇനി കൂടുതൽ മാവോയിസ്റ്റുകൾ കീഴടങ്ങാൻ സന്നദ്ധമാണെന്നും പലരും പേടിച്ചിട്ടാണ് ഇതിന് തയ്യാറാകാത്തതെന്നും സുനിത വ്യക്തമാക്കി. ഇതിനിടെ കഴിഞ്ഞ 1 വർഷത്തിനിടെ 270ഓളം മാവോയിസ്റ്റുകളെയാണ് സുരക്ഷാ സേന വധിച്ചത്. ഇതിൽ 241 പേരെയും വധിച്ചത് ബസ്തറിലാണ്.